മലയാളികളുടെ പ്രിയപ്പെട്ട യുവ നടന്മാരിൽ ഒരാളാണ് ആസിഫ് അലി. ചുരുങ്ങിയ കാലം കൊണ്ട് സിനിമാ ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ആസിഫിനായി. ഇപ്പോഴിതാ താരത്തിന്റെ ചില തുറന്നു പറച്ചിലുകളാണ് ചർച്ചയാവുന്നത്. തന്റെ കൂടെ വന്നവർക്ക് ഒരുപാട് നല്ല സിനിമകൾ സംഭവിക്കുമ്പോഴും തനിക്ക് തിയേറ്ററിൽ ഹിറ്റ് കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് ആസിഫ് അലി. ആ സമയത്ത് തനിക്ക് മാത്രം എന്തുകൊണ്ട് തിയേറ്ററിൽ ഹിറ്റ് കിട്ടിയില്ലെന്നും എന്തുകൊണ്ട് നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റിയില്ല എന്നുമുള്ള വിഷമം തോന്നിയിട്ടുണ്ടെന്നും നടൻ തുറന്നു പറയുന്നു. തനിക്ക് ഒരുപാട് കഴിവുള്ള ടെക്നീഷ്യൻസിന്റെ കൂടെയും അഭിനേതാക്കളുടെ കൂടെയും ഒക്കെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നും ആസിഫ് പറഞ്ഞു. അവരൊക്കെ തന്റെ ജീവിതത്തിലും തന്റെ സിനിമയോടുള്ള അപ്രോച്ചിലുമൊക്കെ ചെറുതും വലുതുമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും നടൻ കൂട്ടിച്ചേർത്തു. ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ആസിഫ് അലി. ഒരുപാട് ടാലന്റഡ് ആയ ടെക്നീഷ്യൻസിന്റെ കൂടെയും അഭിനേതാക്കളുടെ കൂടെയുമൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ ജീവിതത്തിന്റെയും സിനിമയോടുമുള്ള അപ്രോച്ചിലുമൊക്കെ ചെറുതോ വലുതുമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. അത് ചിലപ്പോൾ ഞാൻ അവരെ അറിഞ്ഞോ അറിയാതെയോ നടന്നതാകാം. ആ വ്യത്യാസം തീർച്ചയായും എന്നിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അഭിനയം ആസ്വദിക്കുന്ന രീതിയിലും ഞാൻ സിനിമയെ കാണുന്ന രീതിയിലും എൻ്റെ തിരഞ്ഞെടുപ്പുകളിലുമെല്ലാമാണ് ഇത് മാറ്റം കാണിക്കുന്നത്. അതാണ് സത്യത്തിൽ 2009 മുതൽ കിഷ്കിന്ധകാണ്ഡം വരെയുള്ള സിനിമകളിൽ കാണുന്നത്. എൻ്റെ കൂടെ വന്നവർക്കും എനിക്ക് ശേഷം വന്നവർക്കും ഒരുപാട് നല്ല സിനിമകൾ സംഭവിക്കുമ്പോഴും എനിക്ക് തിയേറ്ററിൽ ഹിറ്റ് കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് മാത്രം എന്തുകൊണ്ട് തിയേറ്ററിൽ ഹിറ്റ് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് എന്തുകൊണ്ട് നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. അതിൻ്റെ വിഷമം എൻ്റെ ഉള്ളിൽ വന്നു. അങ്ങനെ ഒരു സമയം എനിക്കുണ്ടായിരുന്നു. എന്നാൽ എല്ലാറ്റിനും അവസാനം എന്തൊക്കെയോ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെന്ന് പറയാറില്ലേ, അതാണ് എനിക്ക് 2024 എന്ന വർഷമെന്നും ആസിഫ് അലി കൂട്ടിച്ചേർത്തു. അതേസമയം ആസിഫ് അലിയെ നായകനാക്കുന്ന രേഖാചിത്രം 2025 ജനുവരി 9 തിയേറ്ററുകളിലെത്തും. കാവ്യ ഫിലിം കമ്പനി, ആൻഡ് മെഗാ മീഡിയ എന്നീ ബാനറുകളിലായി വേണു കുന്നിപ്പള്ളിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. 2018 മാളികപ്പുറം പോലെയുള്ള ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ച ഈ ബാനറുകൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്ന ഈ പുതിയ ചിത്രത്തിന്റെ ട്രെയിലർ ഏറെ പ്രതീക്ഷകൾ സമ്മാനിക്കുന്നു. അങ്ങനെ 2025 ആസിഫിന്റെ വർഷമാകുമെന്ന് ആശംസിക്കുന്നു. സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം.